ഫിസിക്സ് എന്ന വിഷയത്തെ ഏറ്റവും ലളിതമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചൊരു അധ്യാപകൻ. നിരവധി വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായി തീർന്ന ബ്രില്യന്റിന്റെ സൗമ്യതയുടെ മുഖം അൻവർ സർ. അൻവർ സാർ എടുക്കുന്ന ക്ലാസ്സൊക്കെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സർ സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ടോപ്പിക്കും ബേസിക്സ് മുതൽ എടുക്കുന്നുണ്ട്. പല പല കൺസെപ്റ്റ്സ് നമുക്ക് വിട്ടുപോകുന്ന കൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ക്ലാസ് പോയിണ്ടായിരുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു എടുത്തത്. ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വളരെ നല്ലതാണ്. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നിരുന്നു. കറക്റ്റ് കൺസെപ്റ്റ് എല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടിരുന്നു. നല്ല ക്ലാസ് തന്നെയാണ്. അൻവർ സർ സൂപ്പർബായിട്ട് പഠിപ്പിച്ചു. സർ വെൽക്കം. അപ്പം സാറ് ബ്രില്യന്റിന്റെ കൂടെ കൂടി ബ്രില്യന്റിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? അതുപോലെ തന്നെ ഇപ്പം സാറിന് ബ്രില്യന്റിന്റെ കൂടെ ചേർന്ന് കുറേ അധികം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു സാറിൻ്റെ ഇവിടുത്തെ ഒരു ബ്രില്യൻറ്റ് ജേർണി എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ ടീച്ചിങ് തുടങ്ങിയിട്ട് 20 വർഷമായി മൊത്തത്തിൽ. അതിൽ ബ്രില്യൻറ്റിലേക്ക് വന്നിട്ട് 12ാമത്തെ വർഷം. അപ്പോൾ ആദ്യം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ചെറിയൊരു ട്യൂഷൻ സെൻറ്ററിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ BEdും PG ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻട്രൻസ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. കുറച്ച് നാൾ ഞാൻ ട്രിവാൻഡ്രത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 5 വർഷത്തോളം വർക്ക് ചെയ്തു. വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ബ്രില്യൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ ഈ ടീച്ചിങ് തുടങ്ങിയിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തത് ബ്രില്യൻറ്റിലാണ്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് സീനിയേഴ്സ് ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ പെരിഫറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കലായിരുന്നു. ബ്രില്യൻറ്റിലേക്ക് വന്നപ്പോൾ ഒരുപാട് നമ്മുടെ ടീച്ചിങ്ങിൽ വ്യത്യാസം വന്നു, സബ്ജക്റ്റ് നോളജിൽ വ്യത്യാസം വന്നു. ഇവിടെ പ്രൊഫസേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സാറിന് കൂടുതൽ അറിവുകൾ കിട്ടും. അതെ ഒരുപാട്. അപ്പോൾ നമ്മൾ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പിന്നെ നമ്മുടെ ചന്ദലാൽ സാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സാർ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാറ് റിപ്ലൈ തരും. പിന്നെ അരവിന്ദ് സാർ എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളാണ്. സാറിനൊക്കെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ തരും. ഫിസിക്സിലിപ്പോൾ നമുക്കങ്ങനെ ടീച്ചേഴ്സ് തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പുതുതായിട്ട് വന്ന ആളാണോ സീനിയേഴ്സാണോ അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. അതെ, നമ്മൾ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. എല്ലാ സബ്ജക്റ്റിലും അതുപോലെയാണെങ്കിൽ ഫിസിക്സിൽ എല്ലാവരും എന്തും ഹെൽപ്പ് ചെയ്യും നമുക്ക്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫൈനലായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ നമ്മൾ അതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പം സാറിൻ്റെ ഒരു അധ്യാപന മേഖലയിലെ വളർച്ചയ്ക്ക് പിന്നിൽ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ബ്രില്യൻറ്റ് തന്നെയാണെന്ന് പറയാം അല്ലേ? ഷുവറായിട്ടും എനിക്ക് നമ്മൾ സബ്ജക്റ്റ് ഒരുപാട് പഠിച്ചെടുത്തത് ഇവിടെ വന്നിട്ട് തന്നെയാണ്. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞല്ലോ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി, ചന്ദ്രലാൽ സാർ, അരവിന്ദ് സാർ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം അധ്യാപകരുണ്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻറ്റിലെ ഏറ്റവും മികവാർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. അപ്പം ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുമ്പം അവർ പറയുന്നുണ്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പം നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഒരു ഉത്തരം അവിടെ നിന്ന് ഉറപ്പായിട്ടും കിട്ടുമെന്നൊരു ഹോപ്പ് എനിക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതുപോലൊരു നിലവാരത്തിലേക്ക് നമ്മുടെ ബ്രില്യൻറ്റിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളർന്നു വന്നത്? സത്യത്തിൽ ടീം വർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ആയാലും അതിനിപ്പോൾ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ടീച്ചേഴ്സുണ്ട്. അപ്പോൾ മെറ്റീരിയൽ പ്രിപ്പറേഷൻ ആയാലും ഇപ്പോൾ ഒരു എക്സാം ഇട്ട് അതിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കത്തില്ല. അപ്പോൾ നമ്മളത് മറ്റ് ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിച്ച് കൃത്യമായിട്ട് അതെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ തീരുമാനിക്കാറുള്ളൂ. അതുകൊണ്ട് മിക്കവാറും നമ്മളിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനുള്ളതാണെങ്കിൽ അത് സാറ് പറയുന്ന രീതിയിൽ ചെയ്യാൻ പറയും. പ്രത്യേകിച്ച് നമ്മൾ ചന്ദലാൽ സാറിനെയോ SP സാറിനെയോ അരവിന്ദ് സാറിനെയോ ഒക്കെ വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജോബിൻ ഞാനും സാറും തമ്മിൽ ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ ഞാനും സാറിനെ വിളിക്കാറുണ്ട്, വിളിച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവരും തമ്മിലൊരു നല്ല രീതിയിൽ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് എന്ത് കാര്യത്തിനും നമുക്ക് ഫൈനലി ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കയറുമ്പോഴും അപ്പം പല കുട്ടികളായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഓരോ കുട്ടികളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ചിലരിപ്പോൾ കേരളത്തിന് വെളിയിൽ നിന്നും വരുന്നവരാണ്. അപ്പം
എല്ലാ വിദ്യാർത്ഥികളെയും ബ്രില്യൻ്റ് ഒരേ മനസ്സോടെയാണ് സ്വീകരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി ബ്രില്യൻ്റ് ചെയ്യുന്ന ഒരുക്കങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം അതിപ്പം നമ്മുടെ പഠന വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റൽ വൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം എങ്ങനെയാണ് നമ്മൾ ഒരുക്കുന്ന ഫെസിലിറ്റീസ്? ഇപ്പോൾ ഇവിടെ ബ്രില്യൻ്റിൽ ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അത് എവിടെ നിന്നായാലും, ഇപ്പോൾ ഹോസ്റ്റലിലായാലും ക്ലാസ്സിലായാലും അവർക്ക് പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചേഴ്സുണ്ട്. അവരെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം. അവർ കൃത്യമായിട്ട് അതെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വാർഡന്മാരുണ്ടാവും. എല്ലാ ഹോസ്റ്റലിലേക്കും വാർഡന്മാരുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന കുട്ടിയായാലും അവർക്ക് വീട്ടിൽ നിന്ന് മാറിക്കുന്ന ഒരു ഫീലിങ്ങേ ഇല്ല. അപ്പോൾ അവർക്ക് എന്തുണ്ടായാലും ഈ വാർഡൻ്റെ അടുത്ത് പറയാം. അല്ലെങ്കിൽ ക്ലാസ്സിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം. പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് സെക്ഷനുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ മറ്റ് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട്, ഡോക്ടേഴ്സ് ഫെസിലിറ്റി ഉണ്ട്. എല്ലാം കൊണ്ടും ബ്രില്യൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കുന്ന പോലെ അവർക്ക് മാറി നിൽക്കുന്ന ഒരു അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം ശരി. ആദ്യം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്താലും അവർ അഡ്ജസ്റ്റ് ആവും. അവർക്ക് പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം കൊണ്ടും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവസാനം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഒരു സെക്കൻഡ് ഹോം ആയിട്ടാണ് അവരിവിടെ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ഫീലല്ല നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഉറപ്പായിട്ടും. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഇപ്പോൾ അവർക്ക്, ഇപ്പോൾ നമ്മളിവിടെ തിരിച്ചൊരു വെക്കേഷൻ ടൈം ആയി കഴിയുമ്പോൾ കുട്ടികളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിന്, തിരിച്ച് അവർ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതിന് കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ സ്ഥലത്തേക്കും അവർക്കുള്ള വെഹിക്കിൾസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതെ, ഓണം ക്രിസ്മസ് പോലത്തെ വെക്കേഷൻസ് വരുമ്പോൾ കറക്റ്റായിട്ട് അത് കൃത്യമായിട്ട് വേറൊരു സ്ഥലത്ത് നമുക്കില്ല. കൃത്യമായിട്ട് അവരെ കറക്റ്റ് അവരെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ബ്രില്യൻ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റിസൾട്ട് വരുമ്പോൾ തന്നെ കാണാം, വേറൊരു സ്ഥലത്തില്ലാത്തൊരു പ്രത്യേകതയാണ് സിസ്റ്റമാറ്റിക്. അപ്പോൾ അതിന് മുന്നേ തന്നെ കൃത്യമായിട്ട് ഇവിടെ എല്ലാ കുട്ടികളുടെയും റിസൾട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിരിക്കും. അത് അപ്ഡേറ്റാണ്. പണ്ടേ അങ്ങനെ തന്നെ ബ്രില്യൻ്റ് ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പോയത് കൊണ്ട് തന്നെയാണ് ഇത്രയും പടിപടിയായിട്ട് ബ്രില്യൻ്റ് ഇങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാ, എക്സാം കഴിഞ്ഞ അപ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അങ്ങനെ കുറെ ലൈവ് ഇപ്പോൾ സെഷൻസ് ഒക്കെ തന്നെ നമ്മൾ വരുന്നുണ്ട്. നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ അരമണിക്കൂറിനകത്ത് നമ്മൾ കീ ശരിയാക്കി. നമ്മൾ കീ എക്സാക്റ്റ് കറക്റ്റ് ആയിരുന്നു. വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കീ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ ഇത്തവണ ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് അത് വന്നല്ലേ? കറക്റ്റ് 2 ആൻസർ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ പറഞ്ഞ കറക്റ്റ് തന്നെയായിരുന്നു. അത് പഴയൊരു NCERT-യുടെയും പുതിയൊരു NCERT-യിലെയും ചെറിയൊരു പ്രശ്നമായിരുന്നു. അത് അവർ രണ്ടിനും മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ബ്രില്യൻറ്റിലെ കോവിഡ് കാലം ഒന്ന് നോക്കുവാണെങ്കിൽ, അപ്പം നമുക്കറിയാം കോവിഡ് കാലത്ത് പലർക്കും ജോലി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സാലറി കിട്ടാതെ വരും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സാറിന് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, അതെയോ സാലറി എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നോ? അത് കോവിഡ് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ലോക്ക്ഡൗൺ ആയി, പലരും വീട്ടിലിരിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സിന് അന്നിപ്പോൾ എല്ലാവർക്കും വന്ന് ക്ലാസ് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ബ്രില്യൻറ്റും ആ സമയത്ത് ആദ്യം ഒന്ന് ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ ഓൺലൈനിലേക്ക് വന്നു. അപ്പോൾ കുറേ ടീച്ചേഴ്സൊക്കെ വന്ന് ക്ലാസ് എടുത്തു. പക്ഷേ അപ്പോഴും ഇവിടെ ബ്രില്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും കൃത്യമായിട്ട് അവർക്ക് മാസം ശമ്പളം കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വാട്സാപ്പ് വഴി നമ്മൾ കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുമായിരുന്നു. എല്ലാ ടീച്ചേഴ്സിനും ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. കുട്ടികൾ കംപ്ലീറ്റ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അവർ സ്റ്റുഡിയോയിൽ വന്ന് ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവർ ഇവിടെ വരാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ വന്ന് എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ലൈവായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ക്ലാസ് എടുക്കും. ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ ഈ ഡൗട്ട് ക്ലിയറൻസിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് സാലറി കൊടുത്തു. വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. അപ്പം നമ്മൾ എന്ത് പാൻഡമിക് വന്നാലും എന്തൊരു കണ്ടീഷൻ വന്നാലും ബ്രില്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെയും അവിടുത്തെ ഫാക്കൽറ്റിമാരെയും സ്റ്റാഫിനെയും ഒന്നും ഒരിക്കലും ബ്രില്യൻറ്റ് കൈവിടത്തില്ല അല്ലേ? ബ്രില്യൻ്റ് എന്ന് പറയുന്നത് അത് ബ്രില്യൻ്റ് തന്നെയാണ്. ടീച്ചർ അതിനോടൊപ്പം അതിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നാളായി ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്ത ബ്രില്യൻ്റിലാണ്. അപ്പോൾ മറ്റു പല സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സ് ആയാലും എന്ത് ആവശ്യത്തിനായാലും, ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ 1-2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിപ്പോൾ എൻ്റെ മദറിനൊരു സർജറി വേണ്ടി വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ചെറിയൊരു മീറ്റിംഗ് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ക്യാഷ് വേണ്ടി വന്നു. ഞാൻ ഓടി സന്തോഷ് സാറിൻ്റെ ആ സമയത്ത് സാർ അപ്പോഴേ വേറെ ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല, സാർ എനിക്ക് ക്യാഷ് തന്നായിരുന്നു. അതുപോലെ കോവിഡിൻ്റെ സമയത്ത് വൈഫിനൊരു ഹോസ്പിറ്റൽ കേസ് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, ആർക്കും പെർമിഷൻ ഇല്ലായിരുന്നു. ഞാൻ ജോർജ് സാറിനെ വിളിച്ചു. സാറിൻ്റെ മകനും കൂടെ എനിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സംഭവങ്ങളെല്ലാം റെഡി. എനിക്കന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയേ പറ്റുള്ളായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് വീട്ടുകാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള അന്ന് പെർമിഷൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ സാറിനെ വിളിച്ചു. സാറ് അതിനുള്ള എല്ലാ സംഭവവും ചെയ്തു തന്നായിരുന്നു. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്
എൻ്റെ വൈഫ് ഇവിടെ ക്ലാസ് ടീച്ചറായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. സാറിന്റെ വൈഫ് ഇവിടുത്തെ ഇവിടെ ക്ലാസ് ടീച്ചറായിട്ട് ഉണ്ടായി. നമ്മൾ ഒരുമിച്ചാണ് വന്നത്. ഞാൻ പ്രൊഫസർ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്തിരുന്നു? 2013 തൊട്ട് 15 വരെ ഇവിടെ ടീച്ചറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ ടെസ്റ്റ് എഴുതിയിട്ടാണ് വന്നത്. അപ്പോൾ അതും ഇതുപോലെ ജോലി കിട്ടുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ജോലി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് വന്ന സമയത്ത് ഞാൻ സന്തോഷ് സാറിനെ കയറി കണ്ടു. ഞാൻ സാറിൻ്റെ കയറി കണ്ടു, സാർ എനിക്കിങ്ങനെ വൈഫിനൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇവിടെ കോട്ടയത്ത് എവിടെയെങ്കിലും അതിൻ്റെ ഇത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. സാറ് ആരെയൊക്കെ എന്ത് ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോയിൻമെൻറ്റ് വന്നപ്പോൾ കൃത്യമായിട്ടും കോട്ടയത്ത് പാലയിൽ തന്നെ കിട്ടി. ഏത് ഡയറക്ടർ ഇപ്പോൾ സെബാസ്റ്റ്യൻ സാറിനെ ഞാൻ പല കാര്യങ്ങൾക്കും സാറുമായിട്ടും ഇത് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. എന്തിനായാലും അവർ കൂടെ നിൽക്കും. സ്റ്റീഫൻ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ഞാൻ വന്ന് ഫസ്റ്റ് പരിചയപ്പെട്ട ഡയറക്ടർ സ്റ്റീഫൻ സാറാണ്. അതിനുശേഷമാണ് ഞാൻ സന്തോഷ് സാറിനെ പരിചയപ്പെട്ടത്. പിന്നെ ജോർജ് സാറ്, നമ്മുടെ സെബാസ്റ്റ്യൻ സാർ, എല്ലാവരെയും പരിചയപ്പെട്ടു. 4 പേരും ഒന്നിനൊന്ന് എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ സാറിന് ബ്രില്യൻറ്റുമായിട്ട് സാറിന്റെ ഫാമിലിക്കും വലിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ആക്ച്വലി ബ്രില്യൻ്റെ ഫാമിലി തന്നെയാണ്. ഞാനിവിടെ വീടൊക്കെ ഇവിടെ വെച്ച് ഇവിടെ തന്നെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ ആയിക്കഴിയും. അപ്പം ബ്രില്യൻറ്റിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ലേണിംഗ് ആപ്പ് ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് ഇവിടെ ചെറിയ ടൈം ടേബിളോട് ടൈം ടേബിൾ സെക്ഷനിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പേരെ ഡൗട്ട് ക്ലിയറൻസിന് വിടും. അപ്പോൾ നമുക്ക് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഐപാഡിലോ അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് അത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതുവഴി നമ്മൾ ഏത് കുട്ടിയാണോ ഡൗട്ട് ചോദിക്കുന്നത് അപ്പം ഓരോ ഫാക്കൽറ്റിക്കും അവർക്ക് സ്പെസിഫിക് ആയിട്ട് ടൈം അലോട്ട് അതെ ചെയ്യുന്നുണ്ടല്ലേ? ടൈം അലോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ സാറിന് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കൃത്യമായിട്ട് എല്ലാ ഡൗട്ട് പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് ഒരു മിക്കവാറും 1-2 മണിക്കൂറിനകത്ത് തന്നെ എല്ലാത്തിൻ്റെയും ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ടീച്ചേഴ്സ് അവിടെ ചെല്ലുന്നു, അവരത് നോക്കുന്നു, അതിൻ്റെ സൊല്യൂഷൻ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ എഴുതിയോ ഒക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ഇപ്പോൾ ഓൺലൈൻ ആയാലും ഒക്കെ കൃത്യമായിട്ട് തന്നെ പോകുന്നു. ഒരു ഡൗട്ട് ഒരു കുട്ടി ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 1 to 2 hours അത് ക്ലിയർ ചെയ്യും അല്ലേ? ക്ലിയർ ചെയ്യും. അതിപ്പം ഏതൊരു സമയത്താണെങ്കിലും ക്ലിയർ ചെയ്യാനുള്ളൊരു മനസ്സ് ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റിമാരും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് നമുക്ക് ഇപ്പോൾ അല്ലാതെ വാട്സാപ്പ് വഴി അയക്കുമ്പോഴും നമ്മൾ ടൈമിനനുസരിച്ച് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അവരല്ലാതെയും നമുക്ക് അയക്കും, പിന്നെ ഈ വഴിയും ചെയ്യും. എല്ലാ രീതിയിലും ഡൗട്ട് ക്ലിയറൻസിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കും. സാറ് പറഞ്ഞാലോ, സാറ് ബ്രില്യൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 5 വർഷം ട്യൂഷൻ സെൻറ്ററിലായിട്ടാണ് വർക്ക് ചെയ്തിരുന്നതെന്ന്. അപ്പം അങ്ങനെ ഒരു ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകാൻ അല്ലെങ്കിൽ ടീച്ചിങ് ആണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തോന്നിയത് ഏത് മൊമെൻറ്റിലാണ്? ഞാൻ ആക്ച്വലി ടീച്ചിങ് തുടങ്ങുന്നത് 2004. ചെറിയൊരു എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ പഠിച്ചൊരു ചെറിയ ട്യൂഷൻ സെൻ്ററുണ്ട്. അപ്പോൾ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഫ്രീ ആയിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ സഹോദരി ഇങ്ങനെ 10ാം ക്ലാസ്സിലേക്ക് പ്ലസ് 1 ആയ സമയത്ത് അവളെ ട്യൂഷനിലേക്ക് വിളിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് അവിടെ നിന്ന് വന്നു. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വേറെ ഒന്നും അന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ സാറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ടീച്ചിങ്ങിന് താല്പര്യമുണ്ടോ, ഈ ഫിസിക്സ് അല്ലേ സബ്ജക്റ്റ്, ഒന്ന് ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ചെന്നു. എനിക്ക് +2 ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ക്ലാസ്. ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ആദ്യം എടുത്തത്. ആദ്യം ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വേ ഓഫ് ടീച്ചിങ് കുട്ടികൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ നാൾ അത് തന്നെ 8, 9, 10 പ്രൈവറ്റ് സ്റ്റുഡൻസ് +1, +2 ഇങ്ങനെ ഒരു 1.5 വർഷത്തോളം വേറെ ഒന്നിനും പോകാതെ ഈ ട്യൂഷൻ മേഖലയായിട്ട് മാത്രം ഇത് മാത്രമായിരുന്നു. രാവിലെ പോകും, ട്യൂഷന് പോകും, വൈകിട്ട് വരും. ഈ ട്യൂഷൻ ഫീൽഡുമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടന്ന സമയത്താണ് എനിക്ക് എൻ്റെ പ്രൊഫഷൻ, എനിക്ക് ഈ ടീച്ചിങ് ആണ് എൻ്റെ ഒരു ഇതാണെന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് BEd ചെയ്യണമെന്ന് തോന്നി. അതുവരെ ഞാൻ BEd ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ തൊടുപുഴ MG യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ 2005 അവസാനമാണ് ഞാൻ BEd ചെയ്യുന്നത്. അപ്പോഴും ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ ട്യൂഷൻ എടുക്കുമായിരുന്നു. വേറെ സ്ഥലത്തേക്ക് ചെറിയ ചെറിയ ട്യൂഷൻ സെൻ്ററിലൊക്കെ പോയി എടുക്കുമായിരുന്നു. BEdും കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ PG പിന്നെ ചെയ്യുന്നത്. അത് ഞാൻ ഇവിടെ കോട്ടയത്ത് തന്നെ ദേവമാതാ കോളേജ് കുറവിലങ്ങളിൽ നിന്നാണ് PG കംപ്ലീറ്റ് ചെയ്തത്. PG കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ട്രിവാൻഡ്രത്തൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഒരു വേക്കൻസി വന്നു. അപ്പോൾ ആ വർഷമാണ്, അത് PG കഴിഞ്ഞ് 2008 അവസാനം 2009 സ്റ്റാർട്ടിങ് ടൈമിലാണ് എൻട്രൻസ് ഞാൻ തുടങ്ങുന്നത് 2009. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ഇതുപോലെ കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തു. അപ്പോൾ അവിടെയും കുഴപ്പമില്ല, അതെ അവർ ക്ലാസ്സെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ കുറച്ച് നാളൊരു 5 ഇയറോളം അവിടെ
അന്നേന്ന്. അതിന് ശേഷമാണ് ഇവിടെ അവസരം കിട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞ 5 വർഷവും ഇവിടുത്തെ ഒരു 12ാമത്തെ വർഷമായിരുന്നു. മൊത്തം 17ഓളം വർഷം ഞാൻ ഈ എൻട്രൻസ് ഫീൽഡിലായി. ഇപ്പോഴും ക്ലാസ് ഞാൻ എടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് അവരിങ്ങോട്ട് പറയും, സാർ ക്ലാസ്സൊക്കെ നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രൊഫഷൻ എനിക്ക് മനസ്സിലായി. എനിക്ക് ടീച്ചിങ് ആണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. വേറൊരു സംഭവം ഞാൻ ഇത് ചെയ്യത്തില്ല, ഫുൾ ടീച്ചിങ് ആണ്. ഇനിയും ടീച്ചറായിട്ട് തന്നെ പോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ സാറിൻ്റെ ഇത്രയും നേരത്തെ ഈ പഠന കഥകളും അതുപോലെ സാർ എന്തുകൊണ്ട് ടീച്ചിങ് ഫീൽഡ് തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പം എവിടെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് തൊടുപുഴ, കുറവലങ്ങാട് എന്നൊക്കെ. അപ്പോൾ സാറിന് മൊത്തത്തിൽ ഈ കോട്ടയം ആ റീജിയനിലേക്ക് ഒരു താല്പര്യം ഉണ്ടല്ലേ? അതെ. ഞാനിപ്പോൾ ഫുള്ള് പഠിച്ചത് മുതൽ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഞാൻ ചെയ്തത് ട്രിവാൻഡ്രത്ത് കോളേജിലാണ്, ഇക്ബാൽ കോളേജിലാണ്. അത് കഴിഞ്ഞ് ബാക്കിയില്ല ഞാനിവിടെ. എനിക്ക് കൂടുതൽ ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് ഈ കോട്ടയം റീജിയനിൽ അപ്പോൾ തന്നെ. ചുരുക്കി പറഞ്ഞ സാർ ഇപ്പോൾ ഒരു കോട്ടയംകാരനാണ്. യെസ്, അവസാനം പാലായിൽ വന്ന് നിൽക്കുകയാണ്. വന്ന് നിൽക്കുക. അപ്പോൾ സാറേ, ഈ വിദ്യാർത്ഥികൾ ഇപ്പം ഓരോ ടോപ്പിക് എടുക്കാൻ നോക്കുമ്പോൾ, അതായത് സബ്ജക്റ്റ് വൈസ് എടുക്കാൻ നോക്കുമ്പോൾ കുറച്ച് പേടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ചിലപ്പം ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ എളുപ്പമായിരിക്കും, പക്ഷേ ഫിസിക്സ് കണക്ക് ചെയ്യാനും കോൺസെപ്റ്റ് മനസ്സിലാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ടീച്ചറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മാത്തമാറ്റിക്സാണ് പ്രശ്നം. അപ്പോൾ ഈ പലരും നമുക്ക് ഈ സ്കൂൾ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്താൽ മാർക്ക് കിട്ടും. പക്ഷെ പലപ്പോഴും ഒരു പ്രോബ്ലം അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മെത്തേഡ് പഠിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റും. ഫിസിക്സിൽ നമ്മളെ കോൺസെപ്റ്റ് നമുക്കിപ്പോൾ ചില സ്ഥലത്ത് പഠിപ്പിക്കുമ്പോൾ ചുമ്മാ 2-3 ഇക്വേഷൻസൊക്കെ പഠിച്ച് അവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബ്രില്യൻറ്റിൽ പഠിപ്പിക്കുന്ന ഫിസിക്സിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഇക്വേഷൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് പറയും. ഷോർട്ട് കട്ടുകളൊക്കെ ഷോർട്ട് കട്ടും നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യാറ്. കാരണം അതിനൊക്കെ ലിമിറ്റേഷൻസ് കൊണ്ടാണ് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ബേസിലാണ്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് കൊണ്ടാണെന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവൻ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയും ഇന്ന കേസിലാണ് ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ മെയിനായിട്ടുള്ള തിയറി, ഇത് അപ്ലൈ ചെയ്യാനുള്ള തിയറി പഠിക്കുക. അങ്ങനെ തിയറിയൂടെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വെറുതെ പ്രോബ്ലം ചെയ്യിക്കുകയല്ല. നമ്മൾ കുട്ടികൾ ഫിസിക്സിന് സ്കോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങി വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഫിസിക്സ് പാടായിരിക്കും. കാരണം അവർ പലപ്പോഴും അങ്ങ് ഡെപ്തിൽ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മളിവിടെ വരുമ്പോൾ ചാപ്റ്റർ നമ്മൾ അത്യാവശ്യം ഡെപ്തിൽ തന്നെ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. വേറെ ഇക്വേഷൻസ് അല്ല നമ്മൾ പഠിപ്പിക്കുക. ശരിയാ, പല വിദ്യാർത്ഥികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിച്ച ഫിസിക്സ് അല്ല ബ്രില്യൻറ്റിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പഠിക്കുന്നത്. വേറൊരു ഉപയോഗം ഉണ്ട് ടീച്ചറെ. ഇവർക്കിപ്പോൾ ഏത് കോഴ്സിന് പോയി കഴിഞ്ഞാലും അവർക്ക് ഇത് സ്ട്രോങ് ആവും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അവർക്ക് നല്ല ഡെപ്തിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഏത് എക്സാമിന് എഴുതിയാലും അവർക്ക്, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഏത് എക്സാം എടുത്താലും അവർ നല്ല മാർക്ക് വാങ്ങിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചിട്ട് തന്നെ അവർ പഠിക്കുന്നുണ്ട് തന്നെ. അല്ല, എല്ലാ എക്സാമിനും ആ ഫസ്റ്റ് റാങ്ക് വരുന്നത് വേറെ രീതിയിലൊന്നും അല്ല. അവർ കൃത്യമായിട്ട് അത്ര എക്സാംസ് എഴുതിപ്പിക്കുന്നു. ഈ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ജോർജ് സാർ നല്ല മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. ഈ എത്ര എക്സാമാണ് അവർ എഴുതിപ്പിക്കുന്നത്. ആ എക്സാമിലൂടെയാണ് ഇത്രയും റിസൾട്ട് ഉണ്ടാകുന്നത്, അല്ലാതെ വെറുതെ ഉണ്ടാകുന്നതല്ല. ആ എക്സാംസൊക്കെ എഴുതി അവർക്ക് അതിനനുസരിച്ചുള്ള, ഇപ്പോൾ പല കുട്ടികൾ എക്സാമൊക്കെ എഴുതി അവർ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കും. ആ സമയത്ത് ജോർജ് സാർ പരീക്ഷയ്ക്ക് മുന്നേ സാറിൻ്റെ ഒരു മോട്ടിവേഷനുണ്ട്. ഇത് കേൾക്കുന്ന കുട്ടിയുടെ ആ മൈൻഡാണ് ഒരു കാര്യം. അവന് എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളെ റിസൾട്ടിൻ്റെ ഏറ്റവും വലിയ ഇത്രയും കിട്ടിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ജോർജ് സാറ് കൃത്യമായി എല്ലാ പരീക്ഷയ്ക്ക് മുന്നേ സാറ് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും 720 കിട്ടും, എല്ലാവർക്കും പറ്റും, നിങ്ങൾ ഈ രീതിയിൽ പോവുക, നിങ്ങൾ തളരരുത്. ഇങ്ങനെ സാറ് പരീക്ഷയ്ക്ക് മുന്നേ കൃത്യമായിട്ടും സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ട്. എല്ലാ കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. സാർ കൃത്യം പറയും. ശരി, ഞാനിവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ജോർജ് സാറ് വരാൻ വേണ്ടി പിള്ളേരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. സാറിൻ്റെ മോട്ടിവേഷൻ, സാറ് വരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സാറ് പറയുന്നതൊക്കെ, സാറൊരു തീരുമാനം എടുക്കുന്നതൊക്കെ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. എന്ത് പറഞ്ഞാലും കൃത്യം എല്ലാത്തിനെ കുറിച്ചും നല്ല കൃത്യമായിട്ട് ഐഡിയ ഉണ്ട് സാറിന്. അത് പറയുന്നത് പോലെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് വരും. നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ ഈ അവസാനത്തെ എക്സാം, ഈ തിയറി എല്ലാം കഴിഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രിപ്പറേഷൻ കൊണ്ടാണ് നമുക്ക് ഈ കുട്ടികളിൽ ഫുള്ള് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. അതുപോലെ വില്ലിൻ്റെ വളർച്ച ടീച്ചർ ശ്രദ്ധിച്ചിട്ടുള്ളൂ. വളരെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്താണ്. വളരെ പതുക്കെ ഇങ്ങനെ അതിങ്ങനെ ഗ്രോ ചെയ്ത് പോവുക. ഈ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. അത് ഗ്രോ ചെയ്ത പോലെ താഴെ പോകും. പക്ഷേ ബ്രില്യൻറ്റിൻ്റെ ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ അത് ബേസ് തൊട്ടിങ്ങനെ വളരെ പതുക്കെ കയറി ഗ്രോത്തായി പോയ സാധനം. അതെപ്പോഴും സസ്റ്റൈൻഡ് ആയിരിക്കും. അങ്ങനെ വളർന്ന സ്ഥാപനമാണ് ബ്രില്യൻറ്റ്. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ മെമ്പേഴ്സും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നാൽ എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ എല്ലാവരും ഒരു ഫാമിലിയെ പോലെ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നിരിക്കും.
ബ്രില്യൻ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സാറ് ബ്രില്യൻ്റിലൊരു അധ്യാപകനാണ്. പുറത്ത് സാറ് ഒരു നല്ലൊരു ഫാമിലി മാൻ ആണോ? എങ്ങനെയാണ് സാറിൻ്റെ ഫാമിലി ലൈഫ്? ഇപ്പോൾ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ വൈഫ്, ഞാനും 2 മക്കളും. അപ്പോൾ അതിൽ മൂത്ത ആളിന് 6 വയസ്സായുള്ളൂ. അവൾ പൈക ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലാണ് പഠിക്കുന്നത്. ഇളയാൾ മകനാണ്, അവന് 4 വയസ്സേ ആളൂ. അവന് LKG പഠിക്കുകയാണ്. മകളുടെ പേര്? മകളുടെ പേര് മെഹറീൻ എന്നാണ്, മകൻ്റെ പേര് അഹദ് എന്നാണ്. പിന്നെ വൈഫ് പേര് സനജ. വൈഫ് ഇവിടുത്തെ ഒരു മെമ്പറായിരുന്നു, ഞാൻ പറഞ്ഞു. അവളും 2 വർഷം ബ്രില്യൻ്റ് ഫാമിലി അംഗമായിരുന്നു. ഇപ്പോഴും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ബ്രില്യൻ്റിൽ ആവശ്യത്തിന് അവളും വരാറുണ്ട്. ഇപ്പോൾ KSFEയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പൈക ബ്രാഞ്ചിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആ പൈകയിൽ തന്നെ ഇപ്പോൾ ഒരു വീടൊക്കെ വാങ്ങിച്ചാൽ അവിടെ സാറ് നേരത്തെ പറഞ്ഞാൽ സാറിൻ്റെ നാട് ആക്ച്വലി ട്രിവാൻഡ്രം ആയിരുന്നല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് പറിച്ച് നട്ടേക്കുവാണ് ഇപ്പം. ഞാൻ ബ്രില്യൻ്റ് മെമ്പറായി, ബ്രില്യൻ്റ് ഫാമിലി ആയി. ഞാനിപ്പോൾ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ പാലായിലാണ്, ബ്രില്യൻ്റിലാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ വേറെ ഇപ്പോൾ ഒരു PG അങ്ങനെ ഡിഗ്രി ഒരുപാട് കോഴ്സ് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും ഈ ബ്രില്യൻ്റിൽ തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ അൻവർ സാറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരുന്നത്. അപ്പം ബ്രില്യൻ്റ് ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് തന്നെ ഇപ്പം അൻവർ സാറ് മാറിയിരിക്കുവാണ്. 12 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അൻവർ സാറിന്. അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങളും സാറിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ അറിഞ്ഞതും. അപ്പം സാർ താങ്ക് യു. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.